ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷ് പിടിയിൽ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് സതീഷിനെ പിടികൂടിയത്. കൊല്ലം ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റുവാങ്ങും. കൊല്ലത്തെ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ബോണ്ട് എക്സിക്യൂട്ടീവ് ചെയ്ത് ജാമ്യത്തിൽ വിടും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, സതീഷ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇരുതരത്തിലാണ്. കെ പി, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ സതീഷിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുക, പിന്നീട് മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരേണ്ട സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിഭീകരമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സതീഷ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതും ഒപ്പം തന്നെ കസേര എടുത്ത് അടിക്കാനടക്കം ശ്രമം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം അതുല്യ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതടക്കമുള്ള രേഖകൾ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കി ഒരു ഭാഗത്ത് തുടരുകയാണ്. സതീഷിനെതിരെ ഒരു തെളിവായി തന്നെ ഇത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിൽ ഗുരുതരമായി മുറിവേൽപ്പിച്ച് അതുല്യയെ ഗുരുതരമായി തന്നെ പീഡിപ്പിച്ചു, മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ അയച്ചു കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതുല്യയുടെ മാതാപിതാക്കൾ നൽകിയിട്ടുള്ള ചില ആരോപണങ്ങൾ, ഒപ്പം തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം നേരിട്ട പീഡനങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപാകെയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് അതുല്യയുടെ ഭർത്താവ് സതീഷ് എത്തിയ സാഹചര്യത്തിൽ ഔദ്യോഗികമായി പോലീസ് നടപടികൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ട്. ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, ഒപ്പം തന്നെ പിന്നീട് കസ്റ്റഡിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രത്യക്ഷമായി കൊടും ക്രൂരത അതുല്യയോട് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് സതീഷ് എന്നുള്ളതിന്റെ തെളിവുകളടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി നിർണായകമായ ഒരു അറസ്റ്റാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏകദേശം കഴിഞ്ഞ മാസമാണ് അതുല്യ ഷാർജയിലെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. സതീഷ് ആ സമയം വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ ഒപ്പം മറ്റൊരിടത്തായിരുന്നു. തിരികെ വീഡിയോ കോളിലൂടെ വിളിച്ച് തന്നെ മരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അതുല്യ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും അതിനുശേഷം താൻ തിരക്കിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ അതുല്യ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നൊക്കെയായിരുന്നു പിന്നീട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ. ശേഷം കൊലപാതകമടക്കം നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങളെന്ന് സതീഷ് സംശയത്തിന്റെ ചില സൂചനകൾ നൽകിക്കൊണ്ട് പറയുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള ആ കാര്യങ്ങളിൽ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്യലുകൾ നടത്തും. എന്നാലും പ്രത്യക്ഷത്തിൽ ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തൂങ്ങി മരണമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണമായിരിക്കും നടക്കുക. എന്തായാലും ഏറെ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ സതീഷ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഔദ്യോഗികമായി അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങളടക്കം കൊല്ലത്ത് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും നടക്കുകയെന്നും മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തന്നെ അത് സംബന്ധിച്ച സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. കെ പി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.